അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ ഒപ്പുവയ്ക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ തന്നെ വീണ്ടും വിവാദ പരാമർശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. കരാർ ധാരണാപത്ര ആ ഒരു ഘട്ടത്തിലാണ് എന്നും എന്നാൽ ഇറാൻ വ്യവസ്ഥകൾ പാലിച്ചില്ല എങ്കിൽ ശക്തമായ സൈനിക നടപടികൾ സ്വീകരിക്കുമെന്നത് ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. അതായത് ഈ വ്യവസ്ഥകളെല്ലാം പാലിച്ചില്ല എങ്കിൽ തലയിൽ ബോംബിടുമെന്നൊരു ഭീഷണിയാണ് ഇവിടെ ട്രംപ് മുഴക്കിയിരിക്കുന്നത്. ഫ്രാൻസിൽ നടക്കുന്ന G7 സമ്മിറ്റ് വേദിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു ട്രംപിന്റെ ഈ ഒരു പ്രതികരണം പുറത്തു വന്നത്. സമാധാന കരാർ ഇതുവരെ അന്തിമമായിട്ടില്ല എന്നും ഇതൊരു പ്രാഥമിക ധാരണ മാത്രമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്താൽ അമേരിക്ക ശക്തമായ തിരിച്ചടി നൽകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളിലായി തന്നെ ഇറാന്റെ നിലപാടുകളെ വിമർശിച്ച ട്രംപ് ആണവായുധ വികസന സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് പുതിയ കരാറിന്റെ പ്രധാന ലക്ഷ്യമെന്നും വ്യക്തമാക്കി. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെടുന്ന പുതിയ ധാരണ മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലോക വ്യാപാരത്തിനും എണ്ണ ഗതാഗതത്തിനും നിർണായകമായ സ്ട്രേറ്റ് ഓഫ് അതായത് അവിടുത്തെ ഹോർമൂസ് കടലിടുക്ക് തുറന്നു വയ്ക്കുന്നത് എന്നതും കരാറിലെ പ്രധാന ഘടനകളിൽ ഒന്നാണെന്നും ട്രംപ് പറയുന്നുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി തുറന്നു കഴിഞ്ഞുവെന്നും അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും തുറക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇത് ആഗോള എണ്ണ വിപണിക്കും അന്താരാഷ്ട്ര വ്യാപാരത്തിനും വലിയ ആശ്വാസമാകുമെന്നതാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തന്നെ ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് സമാധാന ശ്രമങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് സൈനിക നടപടിയുടെ ഭീഷണി ഉയർത്തുന്നത് ചർച്ചയുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇപ്പോൾ ലോകം ഒന്നടങ്കം നോക്കുന്നത്. അതേസമയം ഇവിടെ അമേരിക്ക ഇറാൻ ബന്ധത്തിന്റെ പുതിയ അധ്യായം തുറക്കുമോ എന്നതും അതോ സംഘർഷാവസ്ഥ കൂടുതൽ കഠിനമായി തന്നെ മാറുമോ എന്നതാണ് ഇപ്പോൾ ചോദ്യങ്ങളായി തന്നെ ഉയരുന്നത്. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ കരാറിന്റെ നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കാനിരിക്കുന്ന 14 ധാരണാപത്രത്തിന്റെ കരട് രേഖ US ചാനലായ CNN വഴി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുക, ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകുക എന്നിവയാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകളായി തന്നെ എടുത്തു പറയുന്നത്. ഔദ്യോഗികമായി തന്നെ ഈ രേഖകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. കരാർ പ്രകാരം ഇങ്ങനെ തങ്ങളുടെ എണ്ണയും അതുപോലെ മെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളും വിൽക്കാൻ US അനുവദിക്കുമെന്നും ഈ ഒരു കരാറിലൂടെ തന്നെ എടുത്ത വ്യവസ്ഥയായി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു കരാറിന്റെ വ്യവസ്ഥകൾ നമ്മൾ നോക്കുകയാണ് എങ്കിൽ വ്യക്തമായി തന്നെ ചില കാര്യങ്ങൾ അതിൽ എടുത്തു സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ പറയുന്ന വ്യവസ്ഥകൾ ഇങ്ങനെയാണ്. ഈ ധാരണാപത്രം ഒപ്പുവെക്കുന്നതോടുകൂടി തന്നെ ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മുന്നണികളിലെയും ഉടനടി തന്നെ വെടിനിർത്തൽ നടപ്പാക്കുമെന്നും ഇരു രാജ്യങ്ങളും ഇനി മുതൽ ശത്രുതാപരമായ നടപടികളോ ഭീഷണികളോ സൈനിക ശക്തിയോ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നുവെന്നും രണ്ടാമതായി തന്നെ ഇരു രാജ്യങ്ങളും പരസ്പരം പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും ബഹുമാനിക്കുവാനും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുവാനും ബാധ്യസ്ഥരായിരിക്കണമെന്നും പറയുന്നുണ്ട്. ഇരുപക്ഷവും പരസ്പര സമ്മതത്തോടുകൂടി തന്നെ ഈ ധാരണാപത്രത്തിൽ പരമാവധി തന്നെ 60 ദിവസത്തിനകം അന്തിമ കരാറിലെത്തണം. ആവശ്യമാണ് എങ്കിൽ ഉഭയകക്ഷി ചർച്ചകളിലൂടെ തന്നെ ഈ കാലാവധി നീട്ടാം. ധാരണാപത്രം അതായത് ഈ ധാരണാപത്രം ഒപ്പിട്ടാൽ ഉടൻ തന്നെ US നാവിക ഉപരോധം പിൻവലിക്കും. ഇറാന്റെ കപ്പൽ ഗതാഗതത്തിന്റെ മേലുള്ള തടസ്സങ്ങൾ പരമാവധി 30 ദിവസത്തിനുള്ളിൽ തന്നെ നീക്കി യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് മാറ്റും. അന്തിമ കരാർ ഒപ്പിട്ടുകൊണ്ട് 30 ദിവസത്തിനുള്ളിൽ പ്രദേശത്ത് നിന്ന് US തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുമെന്നും പേർഷ്യൻ ഗൾഫിൽ നിന്ന് ഒമാൻ ഉൾക്കടലിലേക്കും തിരിച്ചുമുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം 30 ദിവസത്തിനകം തന്നെ യുദ്ധത്തിന് മുൻപുള്ള അവസാനത്തെ അവസ്ഥയിലേക്ക് പുനരാരംഭിക്കാൻ ഇറാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും കടൽപാതയിലെ സാങ്കേതിക തടസ്സങ്ങൾ നീക്കുന്നതിനും അതുപോലെ മൈനുകൾ നിർവീര്യമാക്കുന്നതിനും ഇറാൻ മേൽനോട്ടം വഹിക്കും. ഇറാന്റെ സാമ്പത്തിക വികസനത്തിനും പുനർനിർമ്മാണത്തിനുമായി തന്നെ കുറഞ്ഞത് $30,000 കോടി ധനസഹായം ഉറപ്പാക്കുന്ന സമഗ്രമായ പദ്ധതി USഉം അതിന്റെ പ്രാദേശിക പങ്കാളികളും ചേർന്ന് തയ്യാറാക്കും. ഇതിന്റെ നടത്തിപ്പ് ചുമതലകൾ 60 ദിവസത്തിനകം തന്നെ രൂപീകരിക്കും. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി എന്നിവയുടെ പ്രമേയവും USന്റെ ഏകപക്ഷീയമായ ഉപരോധങ്ങളും ഉൾപ്പെടെ തന്നെ ഇറാൻ നേരിടുന്ന എല്ലാത്തരം ഉപരോധങ്ങളും സംഘടിതമായി തന്നെ അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി തന്നെ അവസാനിപ്പിക്കാൻ US പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങൾ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുകയും അതുപോലെ ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച ആണവ സാമഗ്രികളുടെ ഭാവിയെക്കുറിച്ചും മറ്റ് ആണവ ആവശ്യങ്ങളെക്കുറിച്ചും അന്തിമ കരാറിൽ കൃത്യമായ പരിഹാരം കാണുമെന്നതാണ് വ്യവസ്ഥകളിലെ പ്രധാന ഘടകങ്ങളായി തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇതുൾപ്പെടെ തന്നെ 14 കരാറാണ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട കരാറിലാണ് ഇനിയിപ്പോൾ ഒപ്പുവയ്ക്കാൻ ഇറാൻ ഒരുങ്ങുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.